ചതയം നാളുകാർക്ക് 2024 പൊതുവെ എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ, മേടൻ രാശിയിൽ വ്യാഴം, മീനത്തിൽ രാഹു, കുംഭത്തിൽ ശനി, ഇങ്ങനെയൊക്കെയാണ് ഗ്രഹനില. അപ്രതീക്ഷിതമായി പലവിധ നേട്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് നേടാൻ കഴിയുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. അന്യ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് പ്രമോഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ ആനുകൂല്യങ്ങൾ അവിടെ ലഭിച്ചേക്കാം. വളരെ നാളായി ചിന്തിക്കുന്നത് പോലെ പെർമനൻ്റായിട്ടുള്ള കൂടുതൽ സൗകര്യപ്രദമായ ഒരു റെസിഡൻസ് കിട്ടുവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പല ഗുണങ്ങളും അനുഭവപ്പെടാനിടയുണ്ട്. വിവിധ മേഖലകളിൽ നാട്ടിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ചില ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. സാമ്പത്തിക പുരോഗതി കൈവരുന്നതാണ്. നിങ്ങളുടെ പ്രവർത്തന മേഖല കുറച്ചുകൂടി വിപുലപ്പെടുത്തുന്നതിനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കച്ചവടക്കാർ പണമിടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് മേഖലയെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനും വിപുലീകരിക്കുന്നതിനും അവസരം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ സാധിക്കാൻ അവസരമുണ്ടാകും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനായിട്ട് കഴിയും. വസ്തുവാഹനാദികൾ വാങ്ങുവാനായിട്ട് അവസരമുണ്ടാകുന്നതാണ്. സന്താനങ്ങളുടെ ഉയർച്ചയിലും പുരോഗതിയിലും സന്തോഷിക്കുവാനുള്ള സാഹചര്യമുണ്ടാകും. വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകുന്നതാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ്. പൊതുവെ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളുടേതായ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. കൂടുതൽ വ്യക്തിപരവും സൂക്ഷ്മവുമായ വസ്തുതകൾ അറിയുന്നതിന് സമഗ്രമായ രാശിചിന്ത ചെയ്ത് മുമ്പോട്ട് പോവുക. നമ്മൾ വാർഷിക ഫലങ്ങൾ, പ്രധാനപ്പെട്ട വിഷുഫലം, പുതുവത്സര ഫലങ്ങൾ, ഇങ്ങനെയുള്ള ജ്യോതിഷ ഫലങ്ങൾ നിരൂപണം ചെയ്യുമ്പോൾ ദീർഘകാലം ഒരു രാശിയിൽ തുടരുന്ന വ്യാഴം, ശനി തുടങ്ങിയ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് കൂടുതലും നിർണയങ്ങൾ എടുക്കുക. ശനിയും വ്യാഴവും രാഹു കേതുക്കളുമാണ് ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്നത്. ശനി ശരാശരി 2.5 വർഷക്കാലവും വ്യാഴം ശരാശരി 1 വർഷക്കാലവും രാഹുകേതുക്കൾ ശരാശരി 1.5 വർഷക്കാലവും ഒരു രാശിയിൽ തുടരുന്നതാണ്. വർഷം ആരംഭിക്കുമ്പോൾ വ്യാഴം മേടം രാശിയിൽ രാഹുവുമായിട്ട് യോഗം ചെയ്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയായിരുന്നു. ഈ 1199 ആരംഭകാലത്ത് ഒക്ടോബർ 30 രാഹു മേടൻ രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ജനുവരിയുടെ ആരംഭത്തിൽ മേടം രാശിയിൽ വ്യാഴവും മീനം രാശിയിൽ രാഹു, കുംഭരാശിയിൽ ശനി, കന്നി രാശിയിൽ കേതു, ഇതാണ് ഗ്രഹസ്ഥിതി.